ഡിയർ സ്റ്റുഡൻസ്, NIOS +2 സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അതിൽ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ് അതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് മേടിക്കുകയും വേണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ ഓർ ഫാൾസ് എഴുതുവാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി സ്റ്റഡീഡ് ദ പാസ്റ്റ് സൊസൈറ്റീസ്. ചരിത്രം ഭൂതകാല സമൂഹങ്ങളെ പഠിപ്പിക്കുന്നു. ആൻസർ ട്രൂ ആണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് മുൻകാലത്തുള്ള സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുവാനാണ് ഹിസ്റ്ററി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത്, സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ സയൻസ്. സാമൂഹ്യ ശാസ്ത്രം ഒരു നിരീക്ഷണ ശാസ്ത്രമാണ്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ സയൻസ് കോണ്ടാക്ട്സ് എ സ്റ്റഡി ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. പൊളിറ്റിക്സ് രാഷ്ട്രമീമാംസ മനുഷ്യ സമൂഹത്തിലെ എല്ലാ സ്ഥാപനങ്ങളെയും കുറിച്ച് പഠനം നടത്തുന്നു. ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് മിഡ് ടേം എലക്ഷൻ വിൽ ബി കോണ്ടക്റ്റഡ് ബൈ ഹിസ്റ്റോറിയൻസ്. മധ്യകാല തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഒരു പഠനം ചരിത്രകാരന്മാർ നടത്തുന്നു. ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യോളജിസ്റ്റ് കളക്ട് ദെയർ ഡാറ്റ ഫ്രം ആർക്കൈവ്സ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യോളജിസ്റ്റ് കളക്ട് ദെയർ ഡാറ്റ ഫ്രം ആർക്കൈവ്സ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ അവരുടെ ഡാറ്റ ആർക്കൈവുകളിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ, സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് ഫാക്ട്സ്. സൈക്കോളജി മനഃശാസ്ത്രം എന്നുള്ളത് ഡാഷ് വസ്തുക്കളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അത് സൈക്കിക് മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ദ ഡാഷ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓക്യുപ്പീസ്. ഒരു വ്യക്തി വഹിക്കുന്ന ഡാഷ് എന്നതിനെയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ആൻസർ പൊസിഷൻ, സ്ഥാനം. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സബ്ജക്ട് ദാറ്റ് സ്റ്റഡീഡ് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് നോൺ ആസ് ദാറ്റ്. മനുഷ്യൻ്റെ ജീവശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ വശങ്ങൾ പഠിക്കുന്ന വിഷയം ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ ആന്ത്രോപോളജി. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മനുഷ്യൻ്റെ ബയോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ, മനുഷ്യൻ്റെ ജീവശാസ്ത്രപരവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾ വശങ്ങൾ പഠിക്കുന്നത് ആന്ത്രോപോളജി, അതായത് നരവംശ ശാസ്ത്രമെന്ന് അറിയപ്പെടും. നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ബിഗിനിങ് സോഷ്യൽ ആന്ത്രോപോളജി സ്റ്റഡീഡ് ദാറ്റ് സൊസൈറ്റീസ്. തുടക്കത്തിൽ സാമൂഹിക നരവംശാസ്ത്രം ഡാഷ് സമൂഹങ്ങളെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. ട്രൈബൽസിന്, അതായത് ഗോത്ര സമൂഹങ്ങളെ കുറിച്ചിട്ടാണ് പഠനം നടത്തിയിരുന്നത്. ആദ്യകാലത്തെ ഗോത്ര സമൂഹങ്ങളെ കുറിച്ചാണ് പഠനം നടത്തിയിരുന്നത്. നെക്സ്റ്റ് 10th പത്താമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് മേഡ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു സർവേ മെത്തഡോളജി. ഡാഷ് സർവേ രീതിശാസ്ത്രത്തിലെ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. അവിടെ ആൻസർ വരുന്നത് സോഷ്യോളജിയാണ്, സാമൂഹ്യ ശാസ്ത്രം. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്റോറിയൻസ് പ്രൈമർലി കളക്റ്റഡ് ഡാറ്റ ഫ്രം വിച്ച് സോഴ്സസ്. ചരിത്രകാരന്മാർ പ്രധാനമായും ഏതു ഉറവിടങ്ങളിൽ നിന്നാണ് അവരുടെ ഡേറ്റകൾ ശേഖരിക്കുന്നത്?
അതിൻ്റെ ആൻസർ വരുന്നത് റെക്കോർഡ്സ് ഫ്രം ആർക്കീവ്സ്, മ്യൂസിയം, ലൈബ്രറീസ് ആൻഡ് പേഴ്സണൽ കളക്ഷൻസ്. ആർക്കൈവുകൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, അതുപോലെ വ്യക്തിഗത ശേഖരണങ്ങൾ, ഇവയിൽ നിന്നാണ് അവർക്ക് ആവശ്യമായ രേഖകൾ സ്വരൂപിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. സോഷ്യോളജി ഈസ് പ്രിൻസിപ്പലി കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് ഡാഷ്. സാമൂഹ്യശാസ്ത്രം പ്രധാനമായും ഇനി പറയുന്നതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആൻസർ കണ്ടംപററി സൊസൈറ്റീസ്, സമകാലിക സമൂഹങ്ങളെക്കുറിച്ച്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റീസ് ഈസ് നോൺ ആസ് ഡാഷ്. ചരിത്ര സമൂഹങ്ങളിലെ പഠന കൈകാര്യങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖ അറിയപ്പെടുന്നത് എന്താണ്? ചരിത്ര സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനം, ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി. അതറിയപ്പെടുന്ന എന്താണ്? ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി. ആൻസർ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനലൈസിസ് ഓഫ് ഡാഷ്. ചരിത്രം ഇനി പറയുന്ന ഏത് വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? അതായത് ആൻസർ ഡോക്യുമെന്റ്സ്, പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിസ്റ്ററികൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ മറ്റുള്ള പഠനങ്ങൾ നടത്തുന്നത്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ സയൻസ് പ്രൈമറിലി കളക്ട് ദെയർ ഡാറ്റ ഫ്രം. രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ പ്രധാനമായും അവരുടെ ഡാറ്റ ശേഖരിക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടെ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആണ് ട്ടോ, രാഷ്ട്രീയ ശാസ്ത്രജ്ഞരാണ്. അവർ പബ്ലിഷ്ഡ് ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ സെൻസസ്, ഒഫീഷ്യൽ റിപ്പോർട്ട് എക്സെട്ര, പ്രസിദ്ധീകരിച്ച രേഖകൾ, അതുപോലെ സെൻസസ്, ഔദ്യോഗിക റിപ്പോർട്ടുകൾ മുതലായവയിൽ നിന്നാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സബ്ജക്ട് ഈസ് പ്രൈമറിലി കൺസേൺ വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, ക്രമസമാധാന പാലനം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം, ഇതെല്ലാം ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത്? ആൻസർ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയ ശാസ്ത്രം. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ എംഫസൈസ്ഡ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് സോഷ്യോളജിസ്റ്റ് അണ്ടർടേക്ക് ഈസ് നോൺ ആസ് ഡാഷ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ നടത്തുന്ന രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പഠനം അറിയപ്പെടുന്നത് എന്താണ്? പൊളിറ്റിക്കൽ സോഷ്യോളജി. ആൻസർ എന്താ പറയുക? പൊളിറ്റിക്കൽ സോഷ്യോളജി, രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്രം. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. എക്കണോമിക് സ്റ്റഡീസ് ദ ആസ്പെക്ട് ഓഫ് ഡാഷ്. സാമ്പത്തിക ശാസ്ത്രം ഏത് വശത്തെക്കുറിച്ചുള്ള പഠനമാണ് നടത്തുന്നത്? ആൻസർ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്, ഉൽപാദനം, വിതരണം, കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം പഠനം നടത്തുന്നത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് നീഡ്സ് ഈസ് കോൾഡ്. പരിമിതമായ വിഭവങ്ങളും പരിധിയില്ലാത്ത ആവശ്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ വരുന്നത് എക്കണോമൈസേഷൻ, അതായത് സാമ്പത്തിക വൽക്കരണം എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് കൺസേൺ വിത്ത് എ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് ഓഫ് എക്കണോമിക് ഫിനോമിന ഈസ് കോൾഡ്. സാമ്പത്തിക പ്രതിഭാസങ്ങളുടെ അളവ് വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ശാഖയെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ എക്കണോമെട്രി, സാമ്പത്തിക ശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്. അതായത് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അറിയപ്പെടുക.
അതുപോലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊളിറ്റിക്സ്, രാഷ്ട്രീയ ശാസ്ത്രം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. നെക്സ്റ്റ് 21, എക്കണോമിക്സ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ഈസ് പ്രൈമറിലി. സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തോടുള്ള സാമ്പത്തിക വിദഗ്ധരുടെ സമീപനം പ്രധാനമായും എങ്ങനെയാണ് ഉള്ളത്? ആൻസർ ഡിഡക്റ്റീവ്, അതായത് നിഗമന രീതിയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ സമീപനം അങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് 22, 22ാമത്തെ ക്വസ്റ്റ്യൻ. സോഷ്യോളജിസ്റ്റ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി പ്രൈമറിലി. സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തോടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ സമീപനം എങ്ങനെയാണ്? അതെങ്ങനെയാണ്? ഇൻഡക്റ്റീവ്, പ്രേരണാത്മക രീതിയാണ് അവരുപയോഗിക്കുന്നത്. അവരുടെ സമീപനം അങ്ങനെയാണ്. നെക്സ്റ്റ് 23, 23ാമത് ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ദാറ്റ് ടേക്സ് അപ്പ് ദ ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യോളജിക്കൽ നോളജ് ഈസ് കോൾഡ്. സാമൂഹ്യശാസ്ത്രപരമായ അറിവിൻ്റെ പ്രയോഗ മേഖലകൾ ഏറ്റെടുക്കുന്ന സാമൂഹ്യശാസ്ത്ര ശാഖയെ എന്താണ് വിളിക്കുന്നത്? ആൻസർ അപ്ലൈഡ് സോഷ്യോളജി, പ്രായോഗിക സാമൂഹ്യശാസ്ത്രം എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് 24, 24ാമത് ക്വസ്റ്റ്യൻ. സോഷ്യോളജി ജനറേറ്റ്സ് വാട്ട് കൈൻഡ് ഓഫ് നോളജ് ഓഫ് അബൌട്ട് സൊസൈറ്റി. സമൂഹത്തെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രം എന്ത് തരത്തിലുള്ള അറിവാണ് നൽകുന്നത്? ആൻസർ ഹോളിസ്റ്റിക് നോളജ്, സമഗ്രമായ അറിവാണ് നൽകുന്നത്. നെക്സ്റ്റ് 25, സോഷ്യൽ വർക്ക് ആസ് എ മൂവ്മെന്റ് ഗ്രോ ഔട്ട് ഓഫ് എ കൺസേൺ ഫോർ ഡാഷ്. ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ സാമൂഹിക പ്രവർത്തനം ഇനി പറയുന്നവയെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നാണ് വളർന്നു വന്നത്. അതായത് അവർ പ്രധാനമായിട്ടും സാമൂഹിക പ്രവർത്തകർ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഉയർന്നു വരുവാനുള്ള കാരണം എന്താണ്? ആൻസർ ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യക്ഷേമം. അപ്പോൾ മനുഷ്യക്ഷേമത്തിൽ നിന്നാണ് സാമൂഹിക പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 26, 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിസിപ്ലിൻ ദാറ്റ് ഫോക്കസസ് upon the mental structure of the individual, including memory, intelligence and psychological problems is. ഒരു വ്യക്തിയുടെ മാനസികമായ ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ അവൻ്റെ മെമ്മറി, ബുദ്ധി, അതുപോലെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്നതിനെ എന്താണ് പറയുക? ആൻസർ സൈക്കോളജി, മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 27, 27ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്സ് വിച്ച് ആർ എ കണ്ടിന്യൂയിങ് എൻറ്റിറ്റി കോൾഡ് സൊസൈറ്റി ബിലോങ്ങിങ്. സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ഒരു തുടർച്ചയായ അസ്തിത്വമുള്ള സാമൂഹിക വസ്തുതകളെക്കുറിച്ചുള്ള പഠനം, അത് ഏതിലാണ് ഉൾപ്പെടുന്നത്? സാമൂഹികപരമായ വസ്തുതകളെക്കുറിച്ചുള്ള പഠനം, സമൂഹത്തെക്കുറിച്ചുള്ള പഠനം, അതെവിടെയാണ്? ആൻസർ വരുന്നത് സോഷ്യോളജി, സാമൂഹ്യ ശാസ്ത്രം. നെക്സ്റ്റ് വരുന്നത് 28, 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ എ സിറ്റുവേഷൻ ഓഫ് എ ക്രൗഡ് ഓർ മോബ് ഈസ് കോൾഡ്. ഒരു ആൾക്കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ സാഹചര്യത്തിലുള്ള ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ചോ നടത്തുന്ന പഠനത്തെ എന്താണ് വിളിക്കുന്നത്? ആൻസർ ക്രൗഡ് സൈക്കോളജി, ആൾക്കൂട്ട മനഃശാസ്ത്രം. അതായത് ഒരു വിഭാഗം ആളുകളെ കുറിച്ചുള്ള പഠനം, ഏതെങ്കിലും ഒരു സമൂഹമോ ആ സമൂഹത്തിൻ്റെ സ്വഭാവമൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിനെ ക്രൗഡ് സൈക്കോളജി എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് 29, 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി ദാറ്റ് സ്റ്റഡീഡ് ദ ബയോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബീങ്. മനുഷ്യൻ്റെ ജീവശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ വശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നരവംശാസ്ത്രത്തിൻ്റെ ശാഖ ഏതാണ്?
ആൻസർ വരുന്നത് ഫിസിക്കൽ ആന്ത്രോപോളജി. ഫിസിക്കൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ ബയോളജിക്കൽ ആന്ത്രോപോളജി, ഭൗതിക നരവംശശാസ്ത്രം അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായ നരവംശശാസ്ത്രം. നെക്സ്റ്റ് വരുന്നത് 30, 30ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ആന്ത്രോപോളജിസ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ്. ഡാറ്റ ശേഖരണ രീതിശാസ്ത്രത്തിൽ നരവംശ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ആൻസർ വരുന്നത് ഫീൽഡ് വർക്ക് മെത്തഡോളജി. ഫീൽഡ് വർക്ക് മെത്തഡോളജി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് 3ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 4ാമത്തെ ചാപ്റ്റർ നോക്കാം. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ റിസർച്ച് ഓഫ് സോഷ്യോളജി. അതിൽ ഫസ്റ്റ് വരുന്നത് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ: എ സൊസൈറ്റി കനോട്ട് ബി ഫുള്ളി അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് കമ്പയറിംഗ് വിത്ത് അതർ സൊസൈറ്റീസ്. മറ്റ് സമൂഹങ്ങളുമായി സഹകരിക്കാതെ ഒരു സമൂഹം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് 2ാമത്തെ ക്വസ്റ്റ്യൻ: മാൻഡോ ക്ലൈഡ്യൂഡ് ക്രോസ് യൂസ് ക്രോസ് കൾച്ചറൽ മെത്തേഡ് ടു എക്സാമിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഫാമിലി. കുടുംബത്തിൻ്റെ ഘടനയും പ്രവർത്തനവും പരിശോധിക്കുവാൻ മാൻഡോ ക്ലൈഡ്യൂഡ് ക്രോസ് കൾച്ചറൽ രീതി ഉപയോഗിക്കുന്നു. ആൻസർ ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ: ഡർഗം സെറ്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ്. താരതമ്യ രീതിയുടെ പ്രാധാന്യം ഡർക്കൈം വിശദീകരിച്ചിട്ടുണ്ട്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് 4th വൺ: എക്സ്പെരിമെന്റ് ഈസ് പോസിബിൾ ഇൻ സോഷ്യോളജി. സാമൂഹ്യശാസ്ത്രത്തിൽ പരീക്ഷണം സാധ്യമാണ്. ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് വരുന്നത് 5th ക്വസ്റ്റ്യൻ, 5ാമത്തത്: ദ ഡിസിപ്ലിൻ ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ടെക്നോളജി ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഐഡിയാസ് ഫോർ ഇംപ്രൂവിങ് ഹ്യൂമൻ ലോട്ട് ഈസ് ഡാഷ്. ഇതിൽ ആൻസർ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങളുടെ പ്രായോഗിക സാങ്കേതികവിദ്യ, ടെക്നോളജി ഓഫ് ആപ്ലിക്കേഷൻ, പ്രായോഗിക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട മേഖല ഏതാണ്? അതേതാണ് പ്രായോഗിക മേഖല? സോഷ്യൽ വർക്ക്. ആൻസർ സോഷ്യൽ വർക്ക്, സാമൂഹിക പ്രവർത്തനമാണ്. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ: ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് സോഷ്യോളജിസ്റ്റ് റിഗാർഡിംഗ് ആക്ഷൻ ഈസ് ദ സോഷ്യൽ വർക്കേഴ്സ്. സാമൂഹിക പ്രവർത്തകരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതിൽ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തകർ അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് പ്രവർത്തനം ആസൂത്രണം ചെയ്യുക മാത്രമല്ല, അവരത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് ഓൺലി പ്ലാൻ ആക്ഷൻ ബട്ട് ദേ ആൾസോ ക്യാരി ഔട്ട്. അവർ ഈ സാമൂഹിക പ്രവർത്തകര് പ്രവർത്തികൾ പ്ലാൻ ചെയ്യുക മാത്രമല്ല, ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ: ഫോർ എ സോഷ്യോളജിസ്റ്റ് ദ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് വ്യൂഡ് പ്രൈമർലി ആസ്. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥാപനത്തെ പ്രധാനമായും അവർ കാണുന്നത് അതെങ്ങനെയാണ്? വൺ ഓഫ് ദ സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ സമൂഹത്തിലെ നിരവധി സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടാണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുന്നത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ: സോഷ്യോളജിസ്റ്റ് സ്റ്റഡി സൊസൈറ്റി അറ്റ് ദ മൈക്രോ ലെവൽ യൂസിങ് ദ മെത്തഡോളജി ഓഫ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ സമൂഹത്തെ സൂക്ഷ്മ തലത്തിൽ പഠിക്കുന്നത്
അത് ഈ ഡാഷ് പറയുന്ന രീതി ഉപയോഗിച്ചാണ്. അതേതാണ്? ആൻസർ ഇൻറ്റൻസീവ് ഫീൽഡ് വർക്ക്. തീവ്രമായ ഫീൽഡ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് പഠനം നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് 9, 9ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റോൾ പ്രൈമർലി ലിങ്ക് സൊസൈറ്റി വിത്ത് ദ ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷിംഗ് എ ലിങ്ക് ബിറ്റ്വീൻ ഡാഷ്. സ്റ്റാറ്റസ്, റോൾ എന്നീ ആശയങ്ങൾ പ്രധാനമായും ഒരു സമൂഹത്തിൻ്റെ വ്യക്തിയുമായി ബന്ധിപ്പിക്കുകയും ഇവ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ പരമായിട്ടുള്ള ബന്ധങ്ങളാണ് സ്ഥാപിക്കുന്നത്? ഒന്നാമത്തത് സൈക്കോളജി ആൻഡ് സോഷ്യോളജി. മനഃശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് 10th, 10ാമത്തെ ക്വസ്റ്റ്യൻ. എമിൽ ഡർക്കം റെഫേർഡ് ടു ആന്ത്രോപോളജി. എമിൽ ഡർക്കം നരവംശാസ്ത്രത്തെ എങ്ങനെയാണ് പരാമർശിച്ചത്? എങ്ങനെയാണ് ആൻസർ? കമ്പാരറ്റീവ് സോഷ്യോളജി, താരതമ്യ സാമൂഹ്യ ശാസ്ത്രമായിട്ടാണ് അതിനെ പരാമർശിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 11, 11ാമത്തെ ക്വസ്റ്റ്യൻ. The method that involves the study of origins, development and transformation of social institution over long period of the time is dash. ദീർഘകാലാടിസ്ഥാനത്തിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉത്ഭവം, വികസനം, പരിവർത്തനം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഉൾപ്പെടുന്ന രീതി അല്ലെങ്കിൽ ശാഖ ഏതാണ്? അതേതാണ്? ആൻസർ വരുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ചരിത്രപരമായിട്ടുള്ള രീതിയാണ് വരുന്നത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. The method that is based on the idea that a society can only be fully understood by comparing it with other societies or system is the dash. ഒരു സമൂഹത്തെ മറ്റ് സമൂഹങ്ങളുമായോ സിസ്റ്റങ്ങളുമായോ താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമേ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്, ട്രൂ ആണ്. ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള രീതി ഏതാണ് വരുന്നത്? അത് വരുന്നത് കമ്പാരറ്റീവ് മെത്തേഡ്. ആൻസർ വരുന്നത് കമ്പാരറ്റീവ് മെത്തേഡ്, താരതമ്യ രീതി പഠനമാണ്, അല്ലെങ്കിൽ ക്രോസ് കൾച്ചറൽ മെത്തേഡ് എന്നും പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് 13ാമത് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ദാറ്റ് ഇൻവോൾവ്സ് വിച്ച് ദ റിസർച്ചർ ട്രൈസ് ടു ഡിസ്കവർ ദ എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് വൺ ന്യൂ വേരിയബിൾ ഇൻ ടു ആൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഈസ് ദ ഡാഷ്. ഒരു പരീക്ഷണ ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ വേരിയബിളിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങൾ കണ്ടെത്തുവാൻ ഗവേഷകൻ ശ്രമിക്കുന്ന രീതിക്ക് എന്താണ് പറയുക? അതിനെ പറയുന്നത് എക്സ്പീരിമെന്റൽ മെത്തേഡ്, പരീക്ഷണാത്മക മെത്തേഡ്, അല്ലെങ്കിൽ ലബോറട്ടറി മെത്തേഡും എന്നും പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. The method that refers to factors and the forces of integration, equilibrium and disequilibrium and focuses on the central concern with the order of and stability in society is the dash. സംയോജനം, അതുപോലെ സന്തുലിതാവസ്ഥ, അസന്തുലിതാവസ്ഥ ഇവയുടെ ഘടകങ്ങളെയും ശക്തികളെയും പരാമർശിക്കുകയും സമൂഹത്തിലെ ക്രമത്തെയും സ്ഥിരതയെയും കുറിച്ചുള്ള കേന്ദ്ര ആശങ്കയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന രീതിയെ എന്താണ് പറയുന്നത്? ആ മെത്തേഡ് അതാണ് ഫങ്ഷണലിസ്റ്റ് മെത്തേഡ്. ആൻസർ ഫങ്ഷണലിസ്റ്റ് മെത്തേഡ്, പ്രവർത്തനപരമായ രീതിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വൺ ടെക്നിക് ഓഫ് ഡാറ്റ കളക്ഷൻ മെൻഷൻഡ്? വിവരശേഖരണത്തിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? അതിൽ 4 കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം. 5 കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ഏത് കൊടുക്കാം? ഒന്ന് ഒബ്സർവേഷൻ, നിരീക്ഷണം, അല്ലെങ്കിൽ സർവേ, കേസ് സ്റ്റഡി,
അതുപോലെ ക്വസ്റ്റനെയർ, ചോദ്യാവലി, അതുപോലെ ഇൻ്റർവ്യൂ, ഏതെങ്കിലും ഒരെണ്ണം എഴുതി കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ഇത് 2 മാർക്കിനോ അതുപോലെ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വിവരശേഖരണത്തിൻ്റെ ടെക്നിക്സുകൾ ഏതെല്ലാമാണ്? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എലമെന്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി? കമ്മ്യൂണിറ്റിയും താഴെ പറയുന്നവയിൽ ഏതാണ് സമൂഹവും അതുപോലെ കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഘടന ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഡെഫിനറ്റ് ലൊക്കാലിറ്റി, അതായത് ഒരു നിശ്ചിത പ്രദേശം എന്നുള്ളതാണ് തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ഘടകമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നവയിൽ നിന്ന് സമൂഹത്തിൻ്റെ ശരിയായ സവിശേഷത എഴുതിയെടുക്കുക. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഞാനതൊന്നും വായിക്കുന്നില്ല. അതിൻ്റെ ആൻസർ വരുന്നത് ഡൈനാമിക്. ആൻസർ വരുന്നത് ഏതാണ്? ബി ഓപ്ഷനാണ്. ഡൈനാമിക് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി? താഴെ പറയുന്നവയിൽ ഏതാണ് സമൂഹത്തിൻ്റെ, അതായത് കമ്മ്യൂണിറ്റിക്കുള്ള ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്: സിറ്റി, വില്ലേജ്, ടൗണ്, നോൺ ഓഫ് ദം. ഇതിൽ ബി ആൻഡ് സി, ബിയും സിയുമാണ് വരുന്നത്. വില്ലേജ് ആൻഡ് ടൗണ് ഇവ രണ്ടുമല്ല ഉദാഹരണം അല്ലാത്തതായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 4th വൺ, 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അസോസിയേഷൻ? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു അസോസിയേഷൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്? 3 and 4 ആണ്, അതായത് ലേഡീസ് ക്ലബ്ബ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഹിപ്പീസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് ഓരോന്നുള്ള എക്സാമ്പിൾ ചോദിക്കുന്നത്, അസോസിയേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, അതിനൊക്കെ ഓരോ എക്സാമ്പിൾ പഠിച്ചു വെക്കണേ. ഇനി നെക്സ്റ്റ് വരുന്നത് 5th വൺ, 5ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് distinction between society and association is the later has dash. സമൂഹത്തിൻ്റെയും അസോസിയേഷൻ്റെയും ഇടയിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതിൽ ഏതാണ് വരുന്നത്? ഇതിന് ഓപ്ഷൻ തന്നുള്ളത് അൺറിട്ടൺ റൂള്, അതുപോലെ തന്നെ റിട്ടൺ റൂള്. ഇതിൻ്റെ ആൻസർ വരുന്നത് റിട്ടൺ റൂളാണ്, ലിഖിത നിയമങ്ങൾ. റിട്ടൺ റൂൾ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ടെറിട്ടറിയൽ ബേസിസ്? താഴെ പറയുന്നവയിൽ ഏതാണ് പ്രാദേശിക അടിസ്ഥാനമുള്ളത്? അതിൽ ആൻസർ വരുന്നത് ഇവിടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഗ്രൂപ്പ്. ആൻസർ വരുന്നത് ഏതാണ്? സൊസൈറ്റിയാണ്, സമൂഹം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഓഫ് എ സ്പെസിഫിക് ഗോൾ? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ആളുകൾ സൃഷ്ടിച്ചത്? ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി മനുഷ്യർ ഉണ്ടാക്കിയത്, അതേതാണ്? ആൻസർ വരുന്നത് അസോസിയേഷൻ. ആൻസർ അസോസിയേഷൻ. നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നവയിൽ ഒരു സ്ഥാപനത്തിനുള്ള, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഉദാഹരണമാണ്. സ്ഥാപനം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേതാ വരുന്നത്? ആൻസർ വരുന്നത് റിലീജിയൻ. 4ാമത്തതാണ് റിലീജിയൻ, മതം. അപ്പോൾ മതത്തിനെ ഒരു
ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിലാണ് സോഷ്യോളജിയിൽ അറിയപ്പെടുക. നമ്മളിപ്പോൾ ജയിൽ, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടമാണല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണല്ലോ. ആ രീതിയിലല്ല ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലാണ് മതത്തിനെയൊക്കെ അറിയപ്പെടുക സോഷ്യോളജിയിൽ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 9th 9ാമത്തെ ക്വസ്റ്റ്യൻ. ടിക്ക് ദ കറക്റ്റ് ചോയ്സ് ഫ്രം ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്രസെൻറ്റ്. താഴെ പറയുന്നവയിൽ ശരിയായതിന് ടിക്ക് ചെയ്ത് കൊടുക്കുവാനാണ്. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് എസ് ഓർ നോ എഴുതാനാണ്. ഇവിടെ 10th ക്വസ്റ്റ്യൻ നോക്കൂട്ടാ. എസ് ഓർ നോ എഴുതാനാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ദ സോഷ്യൽ ലൈഫ്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട്? ഒരു സ്ഥാപനം സാമൂഹിക ജീവിതത്തെ നിയന്ത്രിക്കുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് സാമൂഹിക ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മൾ നേരത്തെ റിലീജിയൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് യെസ്, അതെ, നിയന്ത്രിക്കുന്നുണ്ട്. മതം ആ സമൂഹത്തിന് ജീവിതത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അസോസിയേഷൻ. സ്ഥാപനങ്ങളുടെയും അസോസിയേഷനുകളുടെയും ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. സ്ഥാപനം, അതുപോലെ ഒരു സ്ഥാപനം മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഒരു അസോസിയേഷൻ്റെയും ഉദാഹരണം. രണ്ടും കൂടെ വന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഫാമിലി ആൻഡ് ക്രിക്കറ്റ് ക്ലബ്ബ്. കുടുംബം, ക്രിക്കറ്റ് ക്ലബ്ബ് എന്നുള്ളതാണ് ആൻസർ വരിക. ഫാമിലി എന്നുള്ളത് എന്താണ്? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ, അതൊരു അസോസിയേഷനാണ്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സോഷ്യോളജി ദ ടേം സൊസൈറ്റി റെഫേഴ്സ്. സാമൂഹ്യശാസ്ത്രത്തിൽ സമൂഹം എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ, സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ആകത്തുക, അതിനെയാണ് സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സമൂഹം എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ടോട്ടൽ ഓഫ് ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ആകത്തുകക്കാണ് സമൂഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് 13ാമത്തത്. അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്, സൊസൈറ്റി ഈസ് നോട്ട് ജസ്റ്റ് ആൻ അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ബട്ട് ഈസ് ഡാഷ്. സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സമൂഹം എന്നത് വ്യക്തികളുടെ ഒരു കൂട്ടായ്മയല്ല, മറിച്ച് അതെന്താണ്? അത് ആൻ ഇൻടാഞ്ചിബിൾ എൻറ്റിറ്റി, അതായത് അതൊരു അദൃശ്യമായിട്ടുള്ള അസ്തിത്വമാണ്. അതായത് മെൻ്റൽ കൺസ്ട്രക്ഷൻ, അതൊരു മാനസികമായിട്ടുള്ള ഘടനയാണ്. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അദൃശ്യപരമായിട്ടുള്ളതാണ്, നമുക്ക് അത് അനുഭവിച്ചറിയുവാൻ കഴിയുന്നതാണ് എന്നർത്ഥം. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആട്രിബ്യൂട്ട് ഓഫ് സൊസൈറ്റി വേർ ഇൻഡിവിജ്വൽസ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഇറ്റ്സ് സ്മൂത്ത് ഫങ്ഷനിങ് ഈസ്. സുഗമമായ പ്രവർത്തനത്തിനായി വ്യക്തികൾ പരസ്പരം ആശ്രയിക്കുന്ന സമൂഹത്തിൻ്റെ സവിശേഷത അതെന്താണ്? ആൻസർ, ഇന്റർ ഡിപ്പെൻഡൻസ്, അതായത് പരസ്പരാശ്രിതത്വം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് ഓഫ് സൊസൈറ്റി ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ എവറി ലെവൽ സച്ച് ആസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നെയ്ബർ ആൻഡ് അറ്റ് ദ വൈഡർ സോഷ്യൽ ലെവൽ ഈസ്. ഭാര്യ, ഭർത്താക്കന്മാർ, അയൽക്കാർ, അതുപോലെ ഇത്തരത്തിലുള്ള വിശാലമായ സാമൂഹിക തലം എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും ലഭിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു അനിവാര്യമായ ഗുണം ഏതാണ്? അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രധാനമായിട്ടും ലഭിക്കുന്ന അനിവാര്യ ഗുണം അതേതാണ്? കോർപ്പറേഷൻ, പരസ്പര
സഹകരണമാണ്. നെക്സ്റ്റ് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ. സോഷ്യോളജിസ്റ്റ് carry out studied at the micro level using the methodology of dash. സാമൂഹ്യശാസ്ത്രജ്ഞർ സൂക്ഷ്മതലത്തിൽ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രം ഏതാണ്? ആൻസർ വരുന്നത് ഇൻറ്റൻസീവ് ഫീൽഡ് വർക്ക്. തീവ്രമായിട്ടുള്ള ഫീൽഡ് വർക്കാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. The discipline concerned with the technology of application of ideas from improving human lot and charted out suitable technology for human upfront. മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങളുടെ പ്രായോഗിക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതും മനുഷ്യന്റെ ഉന്നമനത്തിനായി അനുയോജ്യമായ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുന്നതുമായിട്ടുള്ള മേഖല അതേതാണ്? സോഷ്യൽ വർക്ക്, സാമൂഹിക പ്രവർത്തനം, പ്രായോഗിക സാങ്കേതിക വിദ്യ, ടെക്നോളജി ഓഫ് ആപ്ലിക്കേഷൻ, ഇത് ഉൾപ്പെടുന്ന പ്രവർത്തന മേഖല അതേതാണ്? സോഷ്യൽ വർക്കാണ്, സാമൂഹിക പ്രവർത്തനം. നെക്സ്റ്റ് വരുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ. മാർക്ക് ഐവർ ആൻഡ് പേജ് ഡിഫൈൻ സൊസൈറ്റി ആസ് ദ വെബ് ഓഫ് ഡാഷ്. മാർക്ക് ഐവറും പേജും ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. ഇവർ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, നിർവചിച്ചിട്ടുള്ളത്. അതെന്താണ് ആൻസർ? സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. കമ്മ്യൂണിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. സമൂഹം സാധാരണയായി ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഡെഫിനൈറ്റ് ടെറിട്ടറി, അതായത് നിശ്ചിത പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ്റ്റോറിക്കലി ഇന്ത്യൻ റൂറൽ കമ്മ്യൂണിറ്റീസ് ഹാവ് ബീൻ ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എക്കണോമി ബേസ്ഡ് ഓൺ ഡാഷ്. ചരിത്രപരമായി ഇന്ത്യൻ ഗ്രാമീണ സമൂഹങ്ങളെ ഡാഷ് അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥ ഏതാണ്? അത് അഗ്രികൾച്ചറാണ്. ആൻസർ കൃഷിയാണ്, അഗ്രികൾച്ചർ. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ട്രഡീഷണൽ ഇന്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റി ലൈഫ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡാഷ്. പരമ്പരാഗത ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സമൂഹ ജീവിതം ഡാഷിന്റെ സവിശേഷതയായിരുന്നു. അതേതാണ്? കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻസ്. ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ വിഭജനം. ഒന്നാമത്തെ കാര്യം, ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ടും സമൂഹ ജീവിതം എങ്ങനെയായിരുന്നു? ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇന്റർ ഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രിതത്വവും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രഡീഷണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റീസ് ഹാവ് വീക്കൻഡ് ഡ്യൂ ടു ദ ഇമ്പാക്ട് ഓഫ്. ഇന്ത്യൻ ഗ്രാമീണ സമൂഹങ്ങളുടെ പരമ്പരാഗത ഘടനകൾ ദുർബലമായത് ഇവയുടെ സ്വാധീനത്തിലാണ്. അതേതൊക്കെയാണ്? ഒന്നാമത്തത് ബ്രിട്ടീഷ് റൂൾ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, എഡ്യൂക്കേഷൻ മോഡേണൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ബ്രിട്ടീഷ് ഭരണം, അതുപോലെ ജനസംഖ്യാ വിസ്ഫോടനം, വിദ്യാഭ്യാസം, ആധുനിക വൽക്കരണം, വ്യവസായ വൽക്കരണം, ഇവ കാരണമാണ് പരമ്പരാഗതമായിട്ടുള്ള ഘടനകൾ ദുർബലമായി പോയത്. നെക്സ്റ്റ് വരുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ഡാറ്റ കളക്ഷൻ ബൈ സോഷ്യോളജിസ്റ്റ് themselves directly from dependence etc. Dependence is known as dash. അതായത് പ്രതികരിക്കുന്ന ആളുകൾ, പ്രതികരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് എന്ത് ചെയ്യുക? ഒരു ഇന്റർവ്യൂ നടത്തുക, അഭിമുഖങ്ങൾ നടത്തുക, അതുപോലെ തന്നെ ഒബ്സർവേഷൻ, നിരീക്ഷണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞർ ശേഖരിക്കുന്ന ഡാറ്റ, അതായത് ഇങ്ങനെ ശേഖരിക്കുന്ന ഡാറ്റകളെ എന്താണ് അറിയപ്പെടുക? അത് ഏതിലാണ് വരുന്നത്? ആൻസർ അത് പ്രൈമറി ഡാറ്റയാണ്, പ്രാഥമിക ഡാറ്റ എന്നാണ് അറിയപ്പെടുക.
നെക്സ്റ്റ് വരുന്നത് 24 24ാമത്തെ ക്വസ്റ്റ്യൻ. എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ കളക്റ്റഡ് ബൈ സോഷ്യോളജിസ്റ്റ് ഈസ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ ശേഖരിക്കുന്ന ദ്വിതീയ ഡാറ്റയുടെ ഉറവിടം ഏതാണ്? അതേതാണ്? സെൻസസ് ഡാറ്റ, അതുപോലെ കോർട്ട് റെക്കോർഡ്സ്, സെൻസസ് ഡാറ്റ, കോടതി റെക്കോർഡുകൾ, അതുപോലെ ഗവൺമെന്റ് റെക്കോർഡ്സ്, സർക്കാർ രേഖകൾ. ഇനി അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ജേണൽസ് ആൻഡ് ബുക്സ്, പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജേണലുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അവർ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂഷ്വലി ഹാസ് കോൺക്രീറ്റ് ഫോം ആൻഡ് ക്യാൻ ടേക്കൺ എ കോൺക്രീറ്റ് ഷേപ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് സാധാരണയായി മൂർത്തമായിട്ടുള്ള രൂപങ്ങൾ, അതായത് കോൺക്രീറ്റ് ഷേപ്പ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് മൂർത്തമായ രൂപം സ്വീകരിക്കുവാൻ കഴിയുന്നത് ഏതാണ്? അതായത് സാധാരണയായിട്ട് അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തുക അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നൊക്കെയാണ് ഈ കോൺക്രീറ്റ് കൊണ്ട് വരുന്നത്. അതായത് നമുക്ക് ടാഞ്ചിബിൾ, നമുക്ക് കാണുവാനൊക്കെ സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ മൂർത്തമായതെന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അതേതാ വരുന്നത്? ആൻസർ അസോസിയേഷൻ. ആൻസർ എന്താണ്? അസോസിയേഷൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. റിലീജിയൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻ ഡാഷ്. മതം ഒരു ഡാഷ് എന്നതിന് ഉദാഹരണമാണ്. അതെന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ, ആ രൂപത്തിലല്ല സോഷ്യോളജിയിൽ ഈ സ്ഥാപനം, അതായത് മതങ്ങൾ, അതുപോലെ ജാതി, അതിനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. നെക്സ്റ്റ് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യൻ. The branch of sociology that take up the areas of application of sociological knowledge is called. സാമൂഹ്യശാസ്ത്രപരമായ അറിവിൻ്റെ പ്രയോഗ മേഖലകൾ ഏറ്റെടുക്കുന്ന ശാസ്ത്രത്തിൻ്റെ ശാഖയെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ എന്താണ്? അപ്ലൈഡ് സോഷ്യോളജി, പ്രായോഗിക ശാസ്ത്രം എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വരുന്നത് ദ key difference regarding action is the social workers, unlike sociologists, not only plan action but also. സാമൂഹ്യ ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക പ്രവർത്തകർ ചെയ്യുന്ന കാര്യം, അവരെന്താണ്? പ്രവർത്തനം ആസൂത്രണം ചെയ്യുക മാത്രമല്ല ഡാഷ് കാര്യം കൂടെ അവർ ചെയ്യുന്നു, ക്യാരി ഔട്ട്, അതെന്താക്കുന്നു? പ്ലാനിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. നെക്സ്റ്റ് വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഡിസ്റ്റിങ്ഷൻ മെയ്ഡ് ബൈ എഫ് ടോണീസ്, കമ്മ്യൂണിറ്റി റെഫേഴ്സ് ടു ദ ടേം. എഫ് ടോണീസ് അദ്ദേഹം നടത്തിയ വ്യത്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിറ്റി എന്ന പദം അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ജെമിൻ ഷാഫ്റ്റ് എന്നുള്ള പദമാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അതിന് നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്, സോഷ്യൽ ഗ്രൂപ്പ്സ്. അതിൽ ഫസ്റ്റ് 1ാമത്തെ ക്വസ്റ്റ്യൻ. Write the 3 classification of groups based on nature of contacts. സമ്പർക്കങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഗ്രൂപ്പുകളെ 3 വർഗമായി തിരിക്കുവാൻ പറ്റുന്നതാണ്. ആൻസർ ഏതൊക്കെയാണ്? 1 പ്രൈമറി, 2 സെക്കൻഡറി, 3 ടെറിഷറി. നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഡു യു ഫൈൻഡ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്? ഫേസ് ടു ഫേസ്, മുഖാമുഖ ബന്ധങ്ങൾ ഏത് തരത്തിലുള്ള ഗ്രൂപ്പുകളിലാണ് അറിയപ്പെടുക? ആൻസർ പ്രൈമറി ഗ്രൂപ്പ്. ആൻസർ പ്രൈമറി ഗ്രൂപ്പ്. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വാട്ട് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് പൊളിറ്റിക്കൽ പാർട്ടി കംസ്? ഒരു രാഷ്ട്രീയ പാർട്ടി
ഏത് തരത്തിലുള്ള ഗ്രൂപ്പിലാണ് വരുന്നത്? ആൻസർ സെക്കൻഡറി ഗ്രൂപ്പിലാണ് വരിക. ഇനി നെക്സ്റ്റ് വരുന്നത് fill in the blanks with the appropriate words from this section. ഫില്ല് ചെയ്ത് കൊടുക്കുവാനാണ്. ഫോർത്ത് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് ഈസ് ഡാഷ് ഗ്രൂപ്പ്. ഹൊറിസോണ്ടൽ ഗ്രൂപ്പുകൾക്കുള്ള ഒരു ഉദാഹരണം പറയുക. ആൻസർ പിയർ ഗ്രൂപ്പുകൾ. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കാസ്റ്റ് അതുപോലെ തന്നെ ക്ലാസ്. അവിടെ കാസ്റ്റ് എന്നാണ് വരട്ടെ. കാസ്റ്റ് അതുപോലെ ക്ലാസ്. ആൻഡ് ബ്യൂറോക്രസി ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഗ്രൂപ്പ്സ്. കാസ്റ്റ് ജാതി, അതുപോലെ തന്നെ വർണ്ണം, വിഭാഗങ്ങളുണ്ടല്ലോ, ബ്യൂറോക്രസി തുടങ്ങിയവയൊക്കെ ഏത് ഗ്രൂപ്പുകളുടെ ഉദാഹരണമാണ്? ആൻസർ വെർട്ടിക്കൽ ഗ്രൂപ്പുകൾ. നേരത്തെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞില്ലേ, ഇത് വരുന്നത് വെർട്ടിക്കൽ ഗ്രൂപ്പിനുള്ള ഉദാഹരണമാണ്. നെക്സ്റ്റ് വരുന്നത് സിക്സ്ത് വൺ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ അൺഎഡ്യൂക്കേറ്റഡ് എംപ്ലോയീസ് അതുപോലെ തന്നെ സാലറീസ് ക്ലാസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡാഷ് ഗ്രൂപ്പ്. വിദ്യാഭ്യാസമില്ലാത്ത തൊഴിലില്ലാത്തവർക്ക് തൊഴിലില്ലാത്ത ആളുകൾ ശമ്പളമുള്ള ഒരു ഡാഷ് ഗ്രൂപ്പാണ്. ഏതാണ് വരിക? ആൻസർ റഫറൻസ്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഓപ്പൺ ഗ്രൂപ്പ്സ് മൊബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ഡാഷ്. ഓപ്പൺ ഗ്രൂപ്പുകളിൽ അംഗങ്ങളുടെ മൊബിലിറ്റി, അത് ആൻസർ പോസിബിൾ, അത് സാധ്യമാണ്. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ട്രൂ ഓർ ഫാൾസ് എഴുതാനാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വി ഫീലിംഗ് മാർക്സ് പ്രൈമറി ഗ്രൂപ്പ്. നമ്മൾ എന്ന വികാരം ഇത് പ്രാഥമിക ഗ്രൂപ്പിനെ അടയാളപ്പെടുത്തുന്നു. അത് ആൻസർ വരുന്നത് ട്രൂ ആണ്, അത് ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് ഈസ് മാർക്ക്ഡ് ബൈ എ സ്റ്റാൻഡേർഡ് റൂൾ ആൻഡ് നോംസ്. ഒരു സ്റ്റാൻഡേർഡ് നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പിനെ സ്റ്റാൻഡേർഡ് നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആൻസർ വരുന്നത് ഫാൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് മെനി കമ്മ്യൂണിറ്റീസ്. ഗ്രൂപ്പ് നിരവധി കമ്മ്യൂണിറ്റികൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആൻസർ വരുന്നത് ഫാൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. ദ ഫാക്ട്സ് റിലേറ്റഡ് ടു ദ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓഫ് വാട്ട് ഈസ് കോൾഡ് സൊസൈറ്റി ആർ കോൾഡ് ഡാഷ്. സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന തുടർച്ചയായ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വസ്തുതകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ സോഷ്യൽ ഫാക്ട്സ്, സാമൂഹിക വസ്തുതകൾ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. The branch of anthropology that studied the prehistorical past of mankind before writing began is called. എഴുത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് മനുഷ്യരാശിയുടെ ചരിത്രാതീത ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്ന നരവംശ ശാസ്ത്ര ശാഖയെ എന്താണ് വിളിക്കുന്നത്? ആൻസർ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജി. പുരാവസ്തു നരവംശ ശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രാതീത പുരാവസ്തു ശാസ്ത്രം എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സം സോഷ്യോളജിസ്റ്റ് ഗ്രൂപ്പ് ആർ കോൾഡ്. ചില സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഗ്രൂപ്പുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ സോഷ്യൽ ബ്രിക്സ് എന്നവരെ വിളിക്കുമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. എവരി ഗ്രൂപ്പ് ഈസ് സ്ട്രക്ചറലി ഓർഗനൈസ്ഡ് വിച്ച് ഈസ് നോൺ ആസ് ഡാഷ്. ഓരോ ഗ്രൂപ്പും ഘടനാപരമായി ക്രമീകരിച്ചിരിക്കുന്നു, അത് ഡാഷ് എന്നാണ് അറിയപ്പെടുക. ആൻസർ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ, സംഘടിത ഘടന എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 15ാമത്തത്.
The characteristics of a social group where there is a we feeling is called. നമ്മൾ എന്ന വികാരം നിലനിൽക്കുന്ന ഒരു സാമൂഹിക ഗ്രൂപ്പിന്റെ സവിശേഷതയെ ഡാഷ് എന്ന് വിളിക്കുന്നു. അതെന്താണ്? സെൻസ് ഓഫ് ബിലോങ്ങിനെസ്, സ്വന്തം എന്ന ബോധം. അതാണ് നമ്മൾ എന്നുള്ള വികാരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. A primary group is characterized by a small size, face-to-face interaction and dash. ഒരു പ്രാഥമിക ഗ്രൂപ്പിന്റെ സവിശേഷത ഒന്നാമത്തത് സ്മോൾ സൈസ് ആയിരിക്കും. അതുപോലെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് വരുന്നത്? അത് വരുന്നത് ഫിസിക്കൽ പ്രോക്സിമിറ്റി, ശാരീരികപരമായിട്ടുള്ള സാമീപ്യം അതിൽ ഉണ്ടാകുന്നുണ്ട്, പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് വേർ റിലേഷൻ ആർ ഇംപേഴ്സണൽ ആൻഡ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഈസ് ദാറ്റ്. വ്യക്തിപരമല്ലാത്തതും മുഖാമുഖ സമ്പർക്കം പുലർത്താത്തതുമായിട്ടുള്ള ഗ്രൂപ്പ് അതേതിലാണ് വരുന്നത്? ആൻസർ സെക്കൻഡറി ഗ്രൂപ്പ്, ദ്വിതീയ ഗ്രൂപ്പിലാണ് വരുന്നത്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ് സെവറൽ ഗ്രൂപ്പ്സ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് who contact or interaction is only hypothetical are called. സമ്പർക്കമോ ഇടപെടലോ സാങ്കല്പികമായി മാത്രമുള്ള സമാന സ്വഭാവമുള്ള നിരവധി ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്. ആൻസർ വരുന്നത് ടെറിഷറി ഗ്രൂപ്പ്സ്, തൃതീയ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുക. നെക്സ്റ്റ് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എ സോഷ്യൽ ഗ്രൂപ്പ്? ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് 2 or more people who interact with each other, share similar characteristics and have a sense of unity. പരസ്പരം ഇടപഴകുന്ന, സമാന സ്വഭാവ സവിശേഷതകൾ പങ്കിടുന്ന, ഐക്യബോധം പുലർത്തുന്ന 2 അതിലധികമോ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സാമൂഹിക ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ക്യാൻ ഗ്രൂപ്പിംഗ് ബി കോൾഡ് സോഷ്യൽ ബ്രിക്സ്? ഇഫ് സോ വൈ? ഗ്രൂപ്പുകളെ സോഷ്യൽ ബ്രിക്സ്, സാമൂഹിക ഇഷ്ടികകൾ എന്ന് വിളിക്കാമോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെ സോഷ്യൽ ബ്രിക്സ് എന്ന് വിളിക്കാറുണ്ട്. യെസ്, അങ്ങനെ വിളിക്കാം. അതിനുള്ള കാരണം ഗ്രൂപ്പ്സ് ക്യാൻ ബി കോൾഡ് സോഷ്യൽ ബ്രിക്സ് ബിക്കോസ് ദേ ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ദാറ്റ് ഫോം ദ ലാർജർ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. ഗ്രൂപ്പുകളെ സാമൂഹിക ഇഷ്ടികകൾ എന്ന് വിളിക്കുവാനുള്ള കാരണം അവ സമൂഹത്തിന്റെ വലിയ ഘടനയെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ്. അതായത് സമൂഹത്തിന്റെ വലിയ ഘടനയെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ്. ബ്ലോക്ക് മീൻസ് നമ്മൾ ബ്രിക്സ് എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ് ഗ്രൂപ്പുകളെ സോഷ്യൽ ബ്രിക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സൊസൈറ്റി ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ്സ്? സമൂഹം ഗ്രൂപ്പുകളാൽ നിർമ്മിതമാണെന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്. അതിനുള്ള കാരണം എന്താണ്? സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ് ആസ് ഇൻഡിവിജ്വൽ കം ടുഗദർ ടു ഫോം വേരിയസ് ഗ്രൂപ്പ് ദാറ്റ് interact and create the complex social structure we call society. സമൂഹം ഗ്രൂപ്പുകളാൽ നിർമ്മിതമാണ്. വ്യക്തികൾ ഒത്തുചേർന്ന് ഇടപഴകുകയും സമൂഹം എന്ന് വിളിക്കുന്ന സങ്കീർണമായ സാമൂഹിക ഘടന സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വിവിധ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹം ഗ്രൂപ്പുകളാൽ നിർമ്മിതമാണ് എന്ന പ്രസ്താവനയോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 22.
22-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ ഒരു ഉദാഹരണം എഴുതുക. എന്താണ്? ഫാമിലി, എ ഫാമിലി, അതുപോലെ സ്പോർട്സ് ടീം, അതുപോലെ ബുക്ക് ക്ലബ്ബ്. ഒരു ഗ്രൂപ്പിൻ്റെ ഉദാഹരണം ഒരു കുടുംബം, അതുപോലെ ഒരു സ്പോർട്സ് ടീം, ബുക്കിൻ്റെ ക്ലബ്ബ് എന്നൊക്കെ ഉദാഹരണം എഴുതി കൊടുക്കാം. നെക്സ്റ്റ് 23-ാമത്തെ ക്വസ്റ്റ്യൻ. ദ എവല്യൂഷണറി സോഷ്യോളജിസ്റ്റ് ക്ലിയർലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കമ്പാരറ്റീവ് മെത്തേഡ് ഇൻ ഹിസ് ബുക്ക്. പരിണാമവാദ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡാഷ് ശാസ്ത്രജ്ഞൻ തൻ്റെ പുസ്തകത്തിൽ താരതമ്യ രീതിയുടെ നിയമങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് എമിൽ ഡെർഗെയിം. ആരാണ്? ആൻസർ ആരാണ്? എമിൽ ഡെർഗെയിം ആണ് ആ ശാസ്ത്രജ്ഞൻ. ഇനി നെക്സ്റ്റ് വരുന്നത് 24-ാമത്തെ ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ദാറ്റ് റെഫേഴ്സ് ടു ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഈക്വിലിബ്രിയം ആൻഡ് ഡിസിക്വിലിബ്രിയം ഇൻ സൊസൈറ്റി ഈസ്. സമൂഹത്തിലെ സംയോജനം, സന്തുലിതാവസ്ഥ, അസന്തുലിതാവസ്ഥ എന്നിവയുടെ ഘടകങ്ങളെയും ശക്തികളെയും പരാമർശിക്കുന്ന രീതി. ആൻസർ ഫങ്ഷണൽ അനലൈസിസ്, പ്രവർത്തന വിശകലനം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 25-ാമത്തെ ക്വസ്റ്റ്യൻ. ദ എംപിരിക്കൽ മെത്തേഡ് റെഫേഴ്സ് ടു ദ കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം ദ ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ടെക്നിക് ഇൻക്ലൂഡ് ഒബ്സർവേഷൻ, സർവേ, എക്സ്പെരിമെൻ്റൽ ആൻഡ് ഡാഷ്. അതായത് അനുഭവപരമായ രീതി എന്നത് ഫീൽഡിൽ നിന്നുള്ള ഡാറ്റ ശേഖരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ സാങ്കേതിക വിദ്യകളിൽ നിരീക്ഷണം, സർവേ, പരീക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന പഠന രീതി അത് ഏതാണ്? അതാണ് കേസ് സ്റ്റഡി. അതായത് ഒരു കാര്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷണം, സർവേ, പരീക്ഷണം തുടങ്ങിയ എല്ലാ ടെക്നിക്കുകളും ഉപയോഗിക്കുന്ന പഠനത്തെ രീതി നമ്മൾ പറയാം, അതിനെ കേസ് സ്റ്റഡി എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് 26-ാമത്തെ. എ പൊളിറ്റിക്കൽ പാർട്ടി, ട്രേഡ് യൂണിയൻ ആൻഡ് കാസ്റ്റ് ആർ എക്സാമ്പിൾ ഫോർ എ. ഒരു രാഷ്ട്രീയ പാർട്ടി, ട്രേഡ് യൂണിയൻ, ജാതി ഇവയൊക്കെ എന്തിനുള്ള ഉദാഹരണമാണ്? ആൻസർ സെക്കൻഡറി ഗ്രൂപ്പ്, ദ്വിതീയ ഗ്രൂപ്പിനുള്ള ഉദാഹരണമാണ്. നെക്സ്റ്റ് 27. ദ ഓർഗനൈസ്ഡ് അഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് who interact without giving significance to hierarchy is called. ശ്രേണിക്ക് പ്രാധാന്യം നൽകാതെ ഇടപഴകുന്ന വ്യക്തികളുടെ സംഘടിത കൂട്ടത്തെ എന്താണ് വിളിക്കുന്നത്? ആൻസർ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്, തിരശ്ചീന ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് വരുന്നത് 28-ാമത്തെ ക്വസ്റ്റ്യൻ. കാസ്റ്റ്, ക്ലാസ് ആൻഡ് ബ്യൂറോക്രസി ആർ എക്സാമ്പിൾസ് ഓഫ് എ. ജാതി, വർഗം, ഉദ്യോഗസ്ഥ വൃന്ദം ഇവ എന്തിനുള്ള ഉദാഹരണമാണ്? ആൻസർ വെർട്ടിക്കൽ ഗ്രൂപ്പ്, ലംബ ഗ്രൂപ്പിനുള്ള ഉദാഹരണമാണ്. നെക്സ്റ്റ് 29-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഓപ്പൺ ഗ്രൂപ്പ്സ് മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി ആൻഡ് മൊബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് പോസിബിൾ, whereas in closed groups mobility is. ഒരു ഓപ്പൺ ഗ്രൂപ്പുകളിൽ അംഗത്വം സ്വമേധയാ ഉള്ളതും അംഗങ്ങളുടെ മൊബിലിറ്റി സാധ്യവുമാണ്. എന്നാൽ അതേസമയം ക്ലോസ് ഗ്രൂപ്പുകളിൽ മൊബിലിറ്റി അത് റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട്. ആൻസർ ഡാഷിൻ്റെ അവിടെ റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട്, താരതമ്യേന ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വരുന്നത് 30-ാമത്തെ ക്വസ്റ്റ്യൻ. Key difference between a group and community is that a group is comparatively temporary while a community is comparatively. ഒരു ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, അതായത് എന്താണ്? ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ താരതമ്യേന താൽക്കാലികമാണ്, അതേസമയം ഗ്രൂപ്പ് താൽക്കാലികമാണ്. അതേസമയം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്, പെർമനൻ്റ് ആണ്. കാലാകാലങ്ങളിൽ കമ്മ്യൂണിറ്റി നിലനിൽക്കും. ഒരു ഗ്രൂപ്പ് നിലനിൽക്കുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 31-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി ദാറ്റ് സ്റ്റഡീഡ് ദ ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് കോൾഡ്.
മനുഷ്യരാശിയുടെ ജീവശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നരവംശ ശാസ്ത്ര ശാഖയെ എന്താണ് വിളിക്കുക? ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആന്ത്രോപോളജി. ഭൗതികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ജൈവശാസ്ത്രപരമായ നരവംശശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 32 ക്വസ്റ്റ്യൻ. ആന്ത്രോപോളജിസ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് കൺസിഡേർഡ് ടു ബി. ഡാറ്റ ശേഖരണ രീതികളിൽ നരവംശ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഫീൽഡ് വർക്ക് മെത്തഡോളജിയാണ്. നെക്സ്റ്റ് വൺ 33 ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് എഫ് ടോണീസ്, the two major types of groups are Gemeinschaft, അതായത് ജെമിൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റി. അതായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ്. അതായത് ജർമ്മൻ സോഷ്യോളജിസ്റ്റായ എഫ് ടോണിസിന്റെ അഭിപ്രായത്തിൽ രണ്ട് പ്രധാന ഗ്രൂപ്പുകളെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതായത് ഒന്നാമത്തത് കമ്മ്യൂണിറ്റി സമൂഹത്തിന് അറിയപ്പെട്ടിരുന്നത് ജെമിൻഷാഫ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. കമ്മ്യൂണിറ്റിയെ പറഞ്ഞിരുന്നത് ജെമിൻഷാഫ്റ്റ് എന്നാണ്. അതേസമയം അസോസിയേഷന് പറഞ്ഞിരുന്നത് ഗസൽ ഷാഫ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. കമ്മ്യൂണിറ്റിയെ ജെമിൻഷാഫ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ എക്സാമിന് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കും മേടിക്കുവാൻ ശ്രമിക്കണം. അതുപോലെ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.